ഒരു മെയിലാണ് ചെയ്തതെങ്കിൽ അയാളെ ഇട്ട് എത്ര ടോർച്ചർ ചെയ്ത് ജയിലിൽ കയറ്റണം, അവരെ ഞങ്ങളുടെ കയ്യിൽ തരും, ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ കോടതി എന്ന് പറയുന്നത്. റീൽ ഉണ്ടാക്കണം, കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് ആ കുട്ടി അവിടെ ചെന്നത് ചെയ്തത്. ഇത് ആ പെൺകുട്ടി അങ്ങോട്ട് ചെല്ലുന്നത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇല്ല, പോയപ്പോ അമ്മയ്ക്കും മകനും അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനുമാണ് പോയത്. അവരുടെ കരച്ചിൽ നമ്മൾ നന്നായിട്ട് കണ്ടതാണ്. നമസ്കാരം. നമ്മൾ 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സംഭവം, ദീപക് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒരു മരണം. എന്താ പറയാനുള്ളത് അതിനെക്കുറിച്ച്? എൻ്റെ അഭിപ്രായം, ഞാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ. വളരെ സങ്കടമാണ് തോന്നിയത്. കാരണം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അച്ഛനോ അനിയനോ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന വിഷമം അതേ വിഷമം തന്നെയായിരിക്കും അയാളുടെ വീട്ടിലുള്ള അമ്മയ്ക്കും ഇനിയിപ്പോൾ സഹോദരിമാർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്കും നേരിടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. വീഡിയോ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ആ പെൺകുട്ടി ആദ്യമേ വേറൊരു ആംഗിളിൽ എടുത്തു, അപ്പോൾ അതിനകത്തൊന്നും കാണുന്നില്ല. പിന്നീട് അത് വീണ്ടും അടുത്ത് ചെന്നിട്ട് ആ കുട്ടി തന്നെ അടുത്തോട്ട് ചെന്നിട്ട് വീണ്ടും ആംഗിളിൽ എടുക്കുകയാണ്. വേണമെങ്കിൽ ആ കുട്ടിക്ക് അവിടെ നിന്ന് മാറാം, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവിടെ നിന്ന് മാറായിരുന്നു. പക്ഷെ അത് ചെയ്യില്ല. അതെ, അത് പ്രത്യേകിച്ചും റീൽ ഉണ്ടാക്കണം, കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് ആ കുട്ടി അവിടെ ചെന്നത് ചെയ്തത്. അതിന് ആ കുട്ടിയുടെ ഭാഗത്ത് ഒരു ശരിയുമില്ല. മനസ്സിലായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഉദ്ദേശമാണ് അയാൾ മുന്നോട്ട് കൊണ്ടുവന്നത്. വേണമെങ്കിൽ ആദ്യമേ പറയായിരുന്നു, അവിടെ നിന്ന് കണ്ടക്ടേഴ്സിൻ്റെ അടുത്ത് പറയായിരുന്നു, അല്ലെങ്കിൽ കൂടെ ഉള്ളവരുടെ അടുത്ത് പറയായിരുന്നു, അല്ലെങ്കിൽ പ്രതികരിക്കായിരുന്നു, മാറി നിൽക്കുമെന്ന് അല്ലെങ്കിൽ സ്വയം മാറായിരുന്നു. അത്ര വലിയ തിരക്കുള്ള ബസ്സായിട്ട് തോന്നിയില്ല, കുട്ടിക്ക് തന്നെ മാറി നിൽക്കായിരുന്നു. എന്നിട്ടും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് തന്നെയാണ് അത് ചെയ്തത്. ഒരാളുടെ ജീവൻ വെച്ചിട്ടാണ് ഈ പറയുന്ന കണക്ക് ആ പറയുന്ന ഷിംജിത അങ്ങനെ എന്തോ വലിയ കുട്ടിയുടെ പേര്. അപ്പോൾ അവൾ നല്ല മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് കാണിച്ചത്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം നിൽക്കണം. സപ്പോസ് ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനെ പ്രതികരിക്കാം, വിഷ്വൽസ് എടുക്കാം. ബസ്സിൽ വെച്ച് തന്നെ പ്രതികരിക്കണമായിരുന്നു. ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് അവർക്ക് തെളിവിന് വേണ്ടിയിട്ടാണ് അത് എടുത്തെങ്കിൽ തന്നെ ആ വീഡിയോ എടുത്തതിന് ശേഷം കണ്ടക്ടറിനെ ആയാലും ആ പറയുന്ന പോലീസിനെ ആയാലും നമുക്ക് ലീഗലി അതിന് മൂവ് ചെയ്യാലോ. ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ കോടതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ വീഡിയോ എടുക്കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ബാക്കി റീച്ചിന് വേണ്ടിയിട്ടോ ആവരുത്. ഒരു ജീവനല്ലേ പുള്ളിയുടെ. അപ്പൊ നമ്മളത് മനസ്സിലാക്കി വേണം നിൽക്കാനാണ്. ഇല്ല, പറ്റില്ല. പോയപ്പോ അമ്മയ്ക്കും മകനും അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനുമാണ് പോയത്. അവരുടെ കരച്ചിൽ നമ്മൾ നന്നായിട്ട് കണ്ടതാണ്. ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് പെട്ടുപോകുന്നതെന്ന് വെച്ചാൽ ഇതിൽ അഫക്റ്റ് ചെയ്യുന്ന ഇരയായിട്ട് വരുന്ന പെൺകുട്ടികൾക്കാണ് ഇതിൻ്റെ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് വരാൻ പോകുന്നത്. കാരണം ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരികയാണെങ്കിൽ ബസ്സിൽ വെച്ച് അത് ചൂഷണം ചെയ്യപ്പെടുമ്പം നമുക്കതിനെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് അവിടെ നടക്കുന്ന ഏറ്റവും വലിയ നമുക്ക് പറ്റത്തില്ല. അവർ പറയും റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടു തുടങ്ങി. ഇപ്പം തന്നെ ഇനിയിപ്പം ബസ്സിൽ കയറി ഇനി ആരെങ്കിലും നമ്മൾ കയറി മുട്ടിയാലും ആ ഒരു ഭാവത്തോടുകൂടി മുട്ടിയാലും നമുക്കിനി ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അതങ്ങനെ ആയി. ഒറ്റ കാരണം എല്ലാം പോയിട്ടുണ്ട്. പിന്നെ കിട്ടണം. പിന്നെ ജസ്റ്റിസ് ഫോർ ദീപക്. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ റിയാക്ട് ചെയ്യുക വേണ്ടത്. എന്താ വീഡിയോ എടുത്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അത്രത്തോളം ഒരു സംസാരം, കാര്യം സത്യാവസ്ഥ ഫസ്റ്റ് റിയാക്ട് ചെയ്യുകയായിരുന്നു വേണ്ടത്. അതിനുശേഷം അതിന്റെ ബാക്കിയായിട്ട് വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. എൻ്റെ പേര് ബിൻസി. പെൺകുട്ടി ചെയ്തതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. കാരണം ഞാനും ഒരു പെൺകുട്ടിയാണ്. ഞങ്ങൾ ഇതുപോലത്തെ പല കാര്യങ്ങളും ബസ്സിൽ അനുഭവിക്കുന്നത് കൂടിയാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കതിൽ ശരിയുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അഥവാ ശരി ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആയിരുന്നില്ല പ്രതികരിക്കേണ്ടത്. ലീഗലി മൂവ് ചെയ്യായിരുന്നു, അവിടെ ആൾക്കാരുണ്ട്, പറയാമായിരുന്നു. പക്ഷെ ആ വീഡിയോ കാണുമ്പം മനസ്സിലാവുന്ന കാര്യം, നേരത്തെ ഫോൺ എടുത്തോണ്ട് നിൽക്കുകയാണ്, എന്തോ അവിടെ നടക്കാൻ പോവാണ്, എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കണം എന്ന രീതിയിലാണ് ഫോൺ പിടിച്ച് നിൽക്കുന്നത്. അത് ഭയങ്കര മോശമൊരു കാര്യമാണ്. അല്ല, ഒരു പ്രാവശ്യം മാറാമായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ അബദ്ധത്തിൽ തട്ടാം, നമുക്ക് മാറാം. ഇത് ആ പെൺകുട്ടി അങ്ങോട്ട് ചെല്ലുന്നത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഒരു പ്രാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ, ഒന്ന് പോയി അടുത്ത വന്നു, വീണ്ടും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ആദ്യം ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. പിന്നെ കിട്ടണം. ആണായാലും പെണ്ണായാലും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പണി കിട്ടുക തന്നെ വേണം. ഇപ്പം സോഷ്യൽ മീഡിയയിലാണേലും എവിടെയാണേലും ഒരു മെയിലാണ് ചെയ്തതെങ്കിൽ അയാളെ ഇട്ട് ടോർച്ചർ ചെയ്ത് ജയിലിൽ കയറ്റണം, അവരെ ഞങ്ങളുടെ കയ്യിൽ തരും, ഞങ്ങൾ കൊല്ലാമെന്ന് പറയുന്ന ഒരു ടീംസാണ് ഉള്ളത്. അതുപോലെ തന്നെയുള്ളൂ പെണ്ണും. ആരായാലും പെണ്ണാണ് തെറ്റ് ചെയ്ത ശിക്ഷ കിട്ടണം തന്നെയാണ്. അതൊരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പുറത്തുനിന്ന് നോക്കുന്നതായ എനിക്ക് തന്നെ ഇത്രയും സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നോക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് കയറി റീച്ച് ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പക്ഷെ പണി പാളിപ്പോയി, കൈവിട്ട് പോയി കാര്യങ്ങൾ. അപ്പൊ പിന്നെ വേറെ മാർഗമില്ല. അതെ, ശിക്ഷ കിട്ടുക തന്നെ വേണം.
യാതൊരു മാറ്റം ചിലപ്പം സത്യസന്ധമായി ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ചില അപകട സാധ്യതയാണൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം അവർക്കും കൂടെ പ്രശ്നം വരും. സത്യസന്ധമായിട്ട് ചെയ്യുന്നവരെയും കൂടെ ഇനിയിപ്പം വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. തെറ്റ് ചെയ്ത ആൾക്ക് എന്തായാലും ശിക്ഷ കിട്ടണം. പിന്നെ സോഷ്യൽ മീഡിയ ഇത് ഹാൻഡിൽ ചെയ്ത രീതിയും കുറച്ച് കൈവിട്ടു പോയി. അതുകൊണ്ടാണ് അയാൾ സൂസൈഡിലേക്ക് എത്തിയത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിചാരണ നടത്താതെ അതിനെ ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും ലീഗലായിട്ട് അപ്രോച്ച് ചെയ്യണം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പ്രതികരിക്കണമായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് പ്രതികരിക്കാം. ഇങ്ങനെ വീഡിയോ എടുക്കാൻ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അവിടെ വെച്ച് പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. അതെ, ആ വീഡിയോ റീച്ച് തന്നെയാണ്. ഇതിനു മുമ്പ് ഒരാൾ അഷ്നാന്നോ മറ്റോ പേരുള്ള ഒരാള് KSRTC ബസ്സില് ഇതുപോലെ ചെയ്തിരുന്നു. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർ ഇതുകൂടി തള്ളിക്കളയപ്പെടുന്നുള്ള ഇതാണ്. ഇതുപോലെ പലതും ഇപ്പൊ ഈ വീഡിയോ ട്രെൻഡ് എന്നായത് തന്നെ ആദ്യമൊക്കെ ഇതുപോലെ ശല്യം ചെയ്യുന്നവരെ വീഡിയോ എടുത്ത് അവർക്ക് പിന്നെ ആ ഒരു താൻ എക്സ്പോസ്ഡ് ആയെന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ വെള്ളം ഇറങ്ങാൻ ഒരു ഇത് കിട്ടത്തില്ല. അത് ജെന്യുവനി വേണ്ടായിരുന്നു. കാരണം അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എക്സ്പോസ്ഡ് ആവും, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത വരും. പക്ഷെ ഇപ്പം വരുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള വീഡിയോകൾ വരുന്നത് കാരണം ഇനി ഒരു ചെറുക്കൻ വന്ന് അവരങ്ങനെ ചെയ്താൽ തന്നെ അയാൾ പറയും റീച്ച് കിട്ടാൻ വേണ്ടി ആ പെൺകുട്ടി പറഞ്ഞാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ചിലതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ആ വീഡിയോയിൽ കാണുന്നതല്ല, അതിന് മുമ്പ് ചിലപ്പോൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടായിരിക്കും, അതും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ വീഡിയോയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പല മൂവീസിൻ്റെ ഇതുണ്ട്. ഇപ്പോൾ വികൃതിയിലും ഇതുപോലെ ഉണ്ടായിരുന്നു. നമുക്ക് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമ പോലെ പ്രിൻസ് ആൻഡ് ഫാമിലി, വികൃതി, അങ്ങനെ പല സിനിമകളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പം റിയാലിറ്റിയിൽ അതുപോലെ വരുന്നത് പോലെ ഉണ്ട്. തിരിച്ചൊരു ആണ് ഒരു സമയത്ത് വന്ന് ഇതേ കണക്ക് വീഡിയോ എടുത്തിട്ട് കാണിക്കുകയാണ്. അപ്പം നമ്മൾ ആ ആണിൻ്റെ കൂടെ ചിലപ്പോൾ നിന്നാലോ സാഹചര്യം മാറത്തില്ലേ? നമുക്കിതേ കണക്ക് എന്താ അപ്പം ആ ആണിപ്പോൾ പറയാണ് ആ പെങ്കൊച്ച് ഇത് കണക്ക് റീലിന് വേണ്ടി ചെയ്തതാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സമൂഹം എവിടെ നിൽക്കും, എങ്ങനെ നിൽക്കും? ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ആണ് ഏതൊരു സാധനത്തെ ഇങ്ങനെ സ്പ്രെഡ് ഇതാക്കുന്നത്. അപ്പോൾ ഇത് കണക്ക് സത്യമായ രീതിയിൽ കറക്റ്റായ രീതിയിൽ കിട്ടിയില്ലെങ്കിൽ ഇതിപ്പം ആ വീഡിയോയിൽ കുറച്ച് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന്. അതുകൊണ്ടാണ് ഇല്ലാത്ത സ്ഥിതിക്കാണ്. മറ്റൊരു രീതിയിലാണെങ്കിൽ ഇത് പോയിരുന്നെങ്കിൽ നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ജീവൻ നഷ്ടപ്പെട്ട എനിക്ക് ശരിക്കും പറഞ്ഞ സങ്കടമുണ്ട്. അതിനോടൊപ്പം എന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിയത്തില്ല. ഒറ്റ മോനാന്ന് പറയുന്ന ചിലപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ ഒരേ ഒരു അത്താണിയാകാം ആ മനുഷ്യൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഇഷ്യൂസ്. ആ ഫാമിലിനെ എങ്ങനെ മുമ്പോട്ട് പോകും, ആ വീട്ടിലെ മക്കളുടെ അവസ്ഥ, വീട്ടിലുള്ളവരുടെ അവസ്ഥ, അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് സങ്കടം തന്നെയാണ്. കാര്യം എനിക്ക് ആ ചേച്ചിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ അപ്പുറം നിൽക്കുന്ന ഒരാളുടെ മനസ്സും കൂടെ ഏതൊരു സാഹചര്യത്തിലാണ് അതുണ്ടായത് എന്നും കൂടെ ആലോചിച്ച് നമ്മൾ ഏതൊരു കർമ്മം ചെയ്യണമെന്ന്. റീച്ചിന് വേണ്ടി ഈ പെൺകുട്ടി ഇത് ചെയ്തതാണെങ്കിൽ എന്താണ് കുട്ടിയുടെ അഭിപ്രായം? റീച്ചിന് വേണ്ടി, വെറും റീച്ചിന് വേണ്ടിയാണെങ്കിൽ ഇത് വളരെ മോശം ഇതായിപ്പോയി. കാര്യം വെറും റീച്ചിന് വേണ്ടി ഒരു വ്യക്തിയുടെ ജീവിതത്തെ ചൂഷണം ചെയ്യുന്നതിനോട് എനിക്ക് ഒരു നല്ല അഭിപ്രായമാണ്. റീച്ചുകൾ വേണം നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നമുക്ക് പബ്ലിക്കായിട്ടൊക്കെ കാണാം. അപ്പം അവരെ മറ്റേ ഒരാളുടെ പടം വരച്ചുകൊണ്ട് കൊടുത്ത് അങ്ങനെ റീച്ച് ഉണ്ടാക്കുന്നവരുണ്ട്. ആ സന്തോഷം കണ്ടെത്തിയാണ് അവർ റീച്ച് എടുത്തത്. അപ്പോൾ അതേപോലെയൊക്കെ നല്ല കണ്ടന്റുകൾ ഒരുപാട് കണ്ടെത്താൻ പറ്റും. ഇത് ഇങ്ങനൊരു സംഭവത്തോട് എനിക്ക് തീരെ യോജിപ്പില്ല.